എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാവീദ്, രാമചന്ദ്ര, ബാന്ദ്ര, പുണ്യാള തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജയിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ജയിലർ. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ജയിലറിന്റെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. മലയാളം വെർഷൻ റിലീസായിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ മനോരമ മാക്സ് ജയിലർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിൽ ജയിലർ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ 8 നിലയിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഭാവന, ബാലു വർഗീസ്, സൗബിൻ ഷാഹിർ തുടങ്ങി ഒരുപാട് പേര് നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടികർ ഒരു കോമഡി സിനിമയായിരുന്നു, പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 14 നടികർ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എസ്ട്രാഡീസൺ എന്ന സിനിമ ജനുവരിയിലാണ് റിലീസായത്. ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ED സ്വന്തമാക്കിയത്. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈമാണ് ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റിലീസായിട്ട് 2 മാസം കഴിഞ്ഞു. ED സിനിമ റിലീസാവുന്നില്ല. സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിലെ നായകൻ. ആമസോൺ പ്രൈമിൽ വിഷു ദിനത്തിൽ ED സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജൻ ഇവരാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. റിലീസായിട്ട് 1 മാസം കഴിഞ്ഞു. ഇതുവരെ OTT വന്നിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു ദിനത്തിൽ പുണ്യാള സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. സിനിമ റിലീസായിട്ട് കുറെ നാളായി. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ സ്വന്തമാക്കിയത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ബാന്ദ്ര. ദിലീപാണ് സിനിമയിലെ നായകൻ. അതുപോലെ തമനയും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ട് 2 മാസമായി. ഇതുവരെ റിലീസ് ഉണ്ടായിരുന്നില്ല. വിഷു ദിനത്തിലായിരിക്കും ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരുന്നു മടുത്തു. മനോരമ മാക്സ് കഴിഞ്ഞ വീക്കാണ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. വിഷു ദിനത്തിൽ ഹണ്ട് സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. മമിത ബൈജു, നിവിൻ പോളി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. രാമചന്ദ്ര ഒരു ആക്ഷൻ കോമഡി മൂവിയായിരുന്നു, പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് രാമചന്ദ്ര ബോസൺകോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം വിഷു ദിനത്തിലായിരിക്കും രാമചന്ദ്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ദാവീദ് സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ സിനിമ ഹിറ്റായില്ല. ആന്റണി വർഗീസാണ് സിനിമയിലെ നായകൻ. ദാവീദ് ഒരു ആക്ഷൻ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു ദിനത്തിൽ ദാവീദ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സ്വന്തമാക്കിയത്. എന്നിട്ടും OTTയിൽ വിറ്റുപോയില്ല.
ഷെയ്ൻ നിഗം സണ്ണിവേനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. വേല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ വേല സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഒടുവിൽ വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൊഴി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.